എവ്രിവൺ, വെൽക്കം ബാക്ക്. നമ്മളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡിന്നർ നൈറ്റ് എന്നൊക്കെ പറയട്ടോ. ഡിന്നറും പിന്നെ നമ്മളൊരു മൂവിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ നൈറ്റിൽ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെ ഈ വീഡിയോയിലുള്ളത്. നമ്മളൊരു 6:40 ഒരു 35 ഒക്കെ ആകുമ്പോഴാട്ടോ ഈവനിങ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ കാലിക്കട്ടൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാലിക്കട്ട് എത്തുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഹൈവേ വഴി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അറൗണ്ട് ഒരു 1.5 hours പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ആകുമ്പോൾ ചെറുതായിട്ട് റഷൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് 1-2 ഷോപ്പിലൊക്കെ കയറാനുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു 8:30 ആയിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഗോകുലം ഗ്രാൻഡിലാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോകുലം മോളിൽ തന്നെയാണ്, സിനിപോളിസിൽ. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ ഇവിടുന്ന് പോകാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടോ. അധികം ക്രൗഡഡ് അല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നമ്മൾ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആവാണ്. നമ്മൾ ഡിന്നർ ബഫറ്റായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് 200+ ഐറ്റംസ് ആണ് അവരുടെ ബഫറ്റ് മെനുവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓരോന്നായിട്ട് ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ടറിന്, അതായത് സൂപ്പൊക്കെ എടുത്ത് അങ്ങനെ സ്റ്റാർട്ടറിന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ നഗറ്റ്സും പിന്നെ അങ്ങനെ 1-2 ഐറ്റംസ് ഉണ്ടായിരുന്നു. എക്സാക്റ്റ് നമുക്ക് എല്ലാത്തിൻ്റെയും നെയിംസ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ, ബിക്കോസ് നമ്മൾ എല്ലാത്തിൻ്റെയും നെയിംസ് ഒന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ആൻഡ് ഇത് അവരെ ഷെഫിൻ്റെ സ്പെഷ്യലാണ്, മെനുവിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള, അതായത് മേലെ നമ്മുടെ കോക്കനട്ട് മിൽക്കിൽ വേവിച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല മക്രോണിയാണ്, ലൈക്ക് പാസ്ത. ആൻഡ് മേലുള്ളത് നല്ല ചിക്കൻ്റെ ബ്രസ്റ്റ് ആണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. ഇത് നമുക്ക് അവിടെ ഉണ്ടായിരുന്നല്ല, അത് സെപ്പറേറ്റ് കൊണ്ടുവന്നാണ്. ആൻഡ് അവരിത് സെർവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ബട്ട് നമ്മളത് മറന്നുപോയി. അതാണ് ഉണ്ടായത്. നല്ല കോക്കനട്ട് മിൽക്കിൻ്റെ ഫ്ലേവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ആൻഡ് അവരവിടെ ലൈവായിട്ട് ചാട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പാനിപൂരി, ബേൽപൂരി അങ്ങനെയൊക്കെ. നമ്മൾ അവിടെ നിന്നിട്ട് ലൈവായിട്ട് കഴിക്കാണ്ട് നമ്മൾ അവർക്ക് ഓർഡർ ചെയ്താലും നമുക്ക് കൊണ്ടുവന്ന് തരും. നമ്മൾ പാനിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാനിപൂരിയും നല്ല ടേസ്റ്റി ആയിരുന്നു. അതിൻ്റെ ഉള്ളത് ആ ഒരു പൊട്ടറ്റോ ഫില്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവിടുത്തെ സാലഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇതൊരു പൈനാപ്പിൾ ബീട്രൂട്ട് സാലഡാണ്. ഒക്കെ നമ്മൾ ജസ്റ്റ് ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അറിയാലോ, ഒരു 200+ ഐറ്റംസ് ഉണ്ട്. എല്ലാത്തൊന്നും നമ്മളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കണമല്ലോ. നമ്മൾ എല്ലാത്തിനും കുറച്ച് മാത്രം. ആൻഡ് ഇത് സാത്തർ ചിക്കൻ സാലഡാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമായി, ഞാനൊന്ന് നോട്ട് ചെയ്തിട്ടുള്ള ഒരു സാലഡായിരുന്നു. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ഡിപ്പൊക്കെ എടുത്ത്, പിന്നെ നമുക്കിവിടെ സെപ്പറേറ്റ് കുറേ കട്ട് ഫ്രൂട്ട്സ്, കട്ട് വെജിറ്റബിൾസ് ആൻഡ് ഉപ്പിലിട്ട കാര്യങ്ങൾ, ക്യാരറ്റ്, പൈനാപ്പിൾ, പിന്നെ നമ്മളെ വാട്ടർമെലൺ, കുറേ കൈൻഡ് ഓഫ് ഡ്രസ്സിങ്ങുകൾ എല്ലാതും ഇവിടെ ഉണ്ട് കേട്ടോ. ആൻഡ് നമ്മൾ എടുത്തതിൻ്റെ ശേഷം നേരെ നമ്മൾ സീറ്റിൽ പോയിട്ട് നമ്മളെ ടിപ്പ് ഉണ്ടല്ലോ, അത് ഹുമ്മസാന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല, മീൻസ് നമ്മൾ പേര് നോട്ട് ചെയ്തില്ല. പക്ഷെ ടേസ്റ്റ് വൈസ് ഐ തിങ്ക് അത് ഹുമ്മൂസാണ്. അപ്പം അതെല്ലാം കൂടി നമ്മൾ ടേസ്റ്റ് ചെയ്ത്. ആൻഡ് നമ്മൾ അവിടെ ലൈവ് തന്തൂരി ചിക്കൻ അവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 കൈൻഡ് ഓഫ് ഫ്ലേവേഴ്സ് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല കേട്ടോ. ഒരു ഗ്രീൻ മസാലയും ഒരു റെഡ് മസാലയും. തന്തൂരി ചിക്കന് അടിപൊളിയായിരുന്നു, ഞാൻ വെറുതെ പറയില്ല. ഹോട്ടായിട്ട് അവർ സെർവ് ചെയ്യുന്നതും അതിൻ്റെ ഒരു ഫ്ലേവറും എനിക്ക് നല്ല ഇഷ്ടമായി ആ തന്തൂരി ചിക്കൻ.
ആൻഡ് അവിടെ ഔട്ട് സൈഡിലായിട്ട് ഇറ്റാലിയൻ പിസ്സ ലൈവ് കൗണ്ടർ ആൻഡ് പാസ്തൻ്റെ ലൈവായിട്ടുള്ള കൗണ്ടർ ഉണ്ട്. സോ നമ്മളൊരു പിസ്സയും ഒരു പാസ്തയും, അതായത് വൈറ്റ് സോസ് പാസ്തയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും അടിപൊളിയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി, അവരിങ്ങോട്ട് കൊണ്ടുവന്നിരും അവിടുന്ന്. അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഓൺ ദി സ്പോട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അത്യാവശ്യം നല്ല ചീസി ആയിട്ടുള്ള പിസ്സയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നല്ല ഹോട്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു, നമുക്ക് നേരെ കൊണ്ടുവന്ന് തന്ന്. പിന്നെ പിസ്സ അറിയാലോ, തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ ചൂടിൽ തന്നെ കഴിക്കുമ്പോഴാണല്ലോ പിസ്സൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പാസ്ത വന്നിട്ടുണ്ട്. അവർ ചോദിക്കും നിങ്ങൾക്ക് റെഡ് മസാലയിൽ വേണോ അതോ വൈറ്റ് ക്രീമിൽ വേണോ, ലൈക്ക് റെഡ് ക്രീമിൽ വേണോ വൈറ്റ് ക്രീമിൽ വേണോ. ഒബ്വിയസ്ലി നമ്മൾ രണ്ടുപേരും ഒരു വൈറ്റ് ക്രീമിൻ്റെ ഫാനാണ്. റെഡും ഇഷ്ടമാണ്, എന്നാൽ വൈറ്റ് ക്രീമാണ് ഒന്നും കൂടി നമ്മൾ പുറത്ത് പോകുമ്പോൾ കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. സോ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഡെസേർട്ടിലേക്ക് പോയിട്ടോ. ഫസ്റ്റ് തന്നെ അങ്ങോട്ട് കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. മൊമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, സോ അതിനെ പ്രമാണിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് മുഹമ്മദ് കട്ട് ചെയ്തില്ല, സോ ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട്. നമ്മൾക്ക് ആദ്യം മൈൻഡിലുണ്ടായിരുന്നു മെയിൻ കോഴ്സ് കഴിക്കണതിൻ്റെ മുന്നേ തന്നെ ഡെസേർട്ട് കഴിക്കണം എന്നുള്ളത്. കാരണം മെയിൻ കോഴ്സ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെസേർട്ട് കഴിക്കാൻ മൂടുണ്ടാവില്ല. ഒരുപാട് കൈൻഡ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഡെസേർട്ടാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളത്. പുഡിങ്സ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ട്, പിന്നെ എന്താ ചോക്ലേറ്റിൻ്റെ ഫൗണ്ടെയിൻ ഉണ്ട്, ഡ്രസ്ലെച്ചസ് കേക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് ഡെസേർട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇത് നിങ്ങൾക്കറിയില്ല ഫൗണ്ടെയിൻ. ആൻഡ് ഇതിൽ നമ്മൾ അവിടെ കട്ട് പീസായിട്ടുള്ള കേക്ക്സ് വെച്ചിട്ടുണ്ട്. വൈറ്റ് ഉണ്ട് ആൻഡ് റെഡ് ഉണ്ട്. ദെൻ നമുക്ക് ഈ ഫൗണ്ടെയിനിൽ എടുത്തിട്ട് നമുക്ക് ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓൺ ദി സ്പോട്ട് വേണമെങ്കിൽ കഴിക്കാം. നമ്മൾ പിന്നെ സീറ്റിൽ കൊണ്ടുപോയിട്ട് സമാധാനത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതൊക്കെ പല കൈൻഡ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഡെസേർട്ടാണ് കേട്ടോ. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. എന്താ പറയുക, ഓരോ ഫുഡ് ഐറ്റംസും ഒരുപാട് ടേസ്റ്റി തന്നെയാണ്. എല്ലാതും നന്നായിട്ടുണ്ട് കേട്ടോ. ഇന്നതെന്ന് പറയണേക്കാളും ബെറ്റർ എല്ലാതും ഓൾമോസ്റ്റ് നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. നമ്മൾ ഈ ഫുഡ് എല്ലാം കൂടി അറ്റ് എ ടൈം അല്ല കേട്ടോ കഴിക്കുന്നത്. നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് സാവധാനം കഴിക്കണുള്ളൂ. ആൻഡ് നമ്മൾ ഡെസേർട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയപ്പം അവിടെ നല്ല ഫ്രഷ് മീൻ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും അങ്ങനെ ഫിഷ് ലവേഴ്സ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫിഷ് ഗ്രില്ല് ചെയ്തത് എടുത്തിട്ടില്ല കേട്ടോ. ആൻഡ് നമ്മൾ വീണ്ടും നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെയുള്ള ഫുഡ് ഐറ്റംസ്. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് മാത്രമേ എടുത്തിട്ട് ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. വെജിലായിക്കോട്ടെ നോൺ വെജിലായിക്കോട്ടെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് കുടിക്കാനായിട്ട് നമുക്കൊരു പാഷൻ ഫ്രൂട്ട് മൊഹിത്തോയും ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമായി. അതിൽ കുറച്ചൊരു കാർബോഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ എല്ലാ ഐറ്റംസൊന്നും എടുക്കുന്നില്ല. നമുക്ക് കണ്ടിട്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്ന കുറച്ച്, ഇത് ചിക്കൻ നൂഡിൽസാണ് കുറച്ച് മാത്രം. അങ്ങനെ ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ട് ഇത് പറയാതിരിക്കാൻ വയ്യട്ടോ. ഇത് നല്ല ബീഫ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ബീഫ് വരട്ടിയതാണ്. ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മളെ മെയിൻ ഡിഷസിൽ വൺ ഓഫ് ദ
അടിപൊളി ഡിഷായിരുന്നു ഈ ഒരു ബീഫ് വരട്ടിയത് ആൻഡ് ദിസ് വൺ ഓൾസോ. ബട്ട് ഇതിൻ്റെ നെയിം എനിക്കറിയില്ല. ഇതൊരു ചിക്കൻ ഐറ്റമാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു വെള്ളപ്പവും കൂടി പറഞ്ഞിട്ട്, അപ്പോൾ വെള്ളപ്പവും ബീഫ് വരട്ടിയതൊക്കെ നല്ല ഒരു അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ. നമുക്ക് എന്താ വേണമെന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലൈവായിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. സോ ബീഫ് വരട്ടിയതും പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ചിക്കൻ കൊണ്ടാട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പറയുന്ന ഫുഡ് ഐറ്റംസൊക്കെ അവർ ഉണ്ടാക്കി തരുന്നതാണ്. സോ ഈ ഒരു വെള്ളയപ്പവും പിന്നെ നമ്മളെ ബീഫ് വരട്ടിയതും പിന്നെ നമ്മളെ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടനൊക്കെ അടിപൊളി, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സോ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, നിങ്ങൾ നമ്മളെ ചാനൽ അല്ലെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കേണ്ടതാണ്. സോ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരും കേട്ടോ ഇനിയും. പിന്നെ നമ്മൾ എഗ്ഗാണോ ചിക്കനാണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല. ആ നൂഡിൽസും കൂടി ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ കോഴ്സ് വൈൻഡപ്പ് ചെയ്തിട്ടാണ്. യെസ് ഗൈസ്, നമ്മൾ മെയിൻ കോഴ്സ് അധികം കഴിച്ചിട്ടില്ല. മെയിൻലി ബാക്കിയുള്ള ഐറ്റംസിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് ലാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് എന്താ പറയുക, നമ്മളുടെ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ മാങ്ങ, കക്കരിക്ക, ക്യാരറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതും കൂടി ലാസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമുക്കിവിടെ ടാലി ആക്കണം, ലൈക്ക് നമ്മൾ മൂവീൻ്റെ ടൈമും ഇതും കൂടി ഏകദേശം യോജിക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന ടൈമും അധികം വരില്ലല്ലോ. അതിനുശേഷമാണ് നമ്മളൊരു കർണാടക സ്പെഷ്യൽ ബിരിയാണി അവിടെ കണ്ടിട്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ കർണാടക സ്പെഷ്യൽ ബിരിയാണി, അതിൻ്റെ കൂടെ അവിടെ കുറേ കൈൻഡ് ഓഫ് പിക്കിൾസ് ഉണ്ട്. ചേന, പിന്നെ നമ്മൾ ബീഫ്, ഫിഷ്, മാംഗോ, അങ്ങനെ കുറേ ഡേറ്റ്സ്, വെറൈറ്റീസ് ഓഫ് പിക്കിൾസ് ഉണ്ട്. സോ നമ്മൾ കുറച്ച് റൈസും എല്ലാ പിക്കിൾസും നമുക്കിഷ്ടമുള്ള പിക്കിൾസിൽ നിന്ന് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് അതൊന്ന് ട്രൈ ചെയ്യുന്നു. ആൻഡ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവർഫുള്ളായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഈ ബീഫ് അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഓരോ അച്ചാറും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് അവിടെ സമാവർ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊരു ഇറാനി ചായ ഒക്കെ കുടിക്കുന്ന ഫീൽ ഉണ്ടല്ലോ, ഒമാനി ഇറാനി ചായക്കും ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ചായ. ലാസ്റ്റായിട്ട് നമ്മൾ ചായയും കുടിച്ചു. പിന്നെ നമുക്കൊരു എന്തെങ്കിലും കോൾഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് തോന്നി. സോ നമ്മളൊരു ഐസ്ക്രീമും ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വാനിലയും ആൻഡ് ചോക്ലേറ്റും ആയിരുന്നു കേട്ടോ, ഐസ്ക്രീം ഫ്ലേവേഴ്സ്. അങ്ങനെ ഐസ്ക്രീം നമ്മൾ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ആൻഡ് അവിടുന്ന് നമ്മൾ അവരെ പൂൾ സൈഡിലേക്ക് പോയിട്ട് കുറച്ച് നേരം അടിപൊളി വ്യൂ ആയിരുന്നു അവരെ പൂൾ സൈഡ്. സോ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പൂൾ സൈഡിലേക്ക് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ആൻഡ് നമ്മൾ പിന്നെ അവിടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ ഗോകുലം മാളിൽ പോയിട്ട്, നമ്മളെ ഫിലിമിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11:30 ആയിരുന്നു. ആൻഡ് അവിടെ പിറ്റേ ദിവസം August 15th യെസ് ഗൈസ്, നമ്മളിത് നമ്മുടെ വിശ്വനാഥൻ സൺസ് റിലീസായിട്ടുള്ള August 14th എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും നമ്മളെ ഹോട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബലൂൺസും കാര്യങ്ങളൊക്കെ. ആൻഡ് നമ്മൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മളെ ഗോകുലം മാളിൽ എത്തി. 11:35 ലൈക്ക് 11:30 ഒക്കെ ആകുമ്പോഴാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യണേ. ആൻഡ് നമ്മൾ അവിടെ പോയി ഫിലിമൊക്കെ കണ്ട്. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമ്മുടെ ഈ ഒരു ഫിലിം. പലവർക്കും പല കൈൻഡ് ഓഫ് ഒപ്പീനിയൻസ് ആവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് നമ്മൾ ഫിലിം സ്റ്റാർട്ടായി, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടു.
ആൻഡ് അവിടുന്ന് നമ്മൾ ബാക്ക് ടു ഹോം ആണ്. സോ ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നമ്മളെ ചാനൽ അല്ലെങ്കിൽ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.